അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് CC പ്ലാന്റ് അല്ലേ. ഇത് വളരെയധികം ലോ ലൈറ്റിലും ഇത് ഇൻഡോർ ആയിട്ട് വെക്കാം എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ നമുക്ക് ഇതേപോലെ നന്നായിട്ട് വളരെയധികം ഹൈറ്റിലും അതേപോലെ തന്നെ തിക്കും നല്ല അടുക്കടുക്കായിട്ടുള്ള വലിയ ഇലകളൊക്കെ കിട്ടാനായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇപ്പോഴും നല്ല ഉണർവോടുകൂടി ചുറുചുറുക്കോടുകൂടി ഒരു പ്ലാന്റ് നിൽക്കാനായിട്ട് ഒട്ടനവധി പ്രോ ടിപ്സുകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഇല നട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റ് ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ചധികം വലുതായി കഴിഞ്ഞാൽ ഓരോരോ പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കൂലേ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് കണ്ടോ, നമ്മൾ ഇല നട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുളച്ച് വന്നതിൽ നിന്ന് നമ്മൾ ഇതേപോലെ എടുത്തു നോക്കുമ്പോൾ വലിയ വലിയ ബൾബുകൾ ഇതിൻ്റെ അടിയിൽ ഫ്യൂസായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് പിരിച്ചു മാറ്റി നട്ട് പെട്ടെന്ന് ഇതിന് കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഏത് പോട്ടി മിക്സ് നട്ടാലാണ്, അതേപോലെ തന്നെ വെള്ളം എന്തൊക്കെ രീതിയിൽ കൊടുത്താലാണ്, ഏത് ലൈറ്റിൽ വെച്ചാലാണ് ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് വളരെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ലൈക്ക് തരാനായിട്ട് വീഡിയോയ്ക്ക് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്കൊന്നും ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മറന്നു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല തിക്കും ബുഷുമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേപോലെ നമുക്ക് വലിയ പ്ലാന്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മറഞ്ഞു വീഴാൻ ഉള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നിങ്ങളെ പ്ലാന്റ് വലിയ പ്ലാന്റുകൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ടപ്പുട്ടുകളോ ഓടിൻ്റെ കഷണമൊക്കെ വെച്ചിട്ട് പീസ് വെച്ചിട്ട് നമുക്ക് ആ ചട്ടിയുടെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ബുഷാക്കി നമുക്ക് നിർത്താൻ പറ്റും. ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു പ്രശ്നം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ന്യൂ ബേബി പ്ലാന്റ് വരുന്നതിന് തടസ്സമില്ലാതെ വേണം കേട്ടോ അങ്ങനെ ഓടിൻ്റെ പീസായാലും ഇതൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇല നട്ട് കൊടുത്തതാണ്. ഇത് കുറച്ചധികം ദിവസമായി നട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് 2 ഇല 3 ഇല പ്രായമായിട്ട് ഓരോ ഇല ലീഫ് നട്ടു കൊടുത്തതിൻ്റെ അടിയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഫ് എടുക്കേണ്ടത് നമ്മൾ ഒരുപാട് മഞ്ഞ കളറായതോ അല്ലെങ്കിൽ ഏറ്റവും അടിയിലുള്ളതോ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഒരു ചെടിയുടെ ഒരു നടുഭാഗത്തുള്ള ഇലകൾ നമ്മൾ എടുക്കുക. ഏറ്റവും അടിയത്തി അല്ല, ഏറ്റവും മോളത്തി അല്ലാത്തത് എടുക്കുക. ഞാനിതിൻ്റെ മുമ്പ് നടാൻ വേണ്ടി ഇതിന്ന് ഒരുപാട് ഇലകൾ കട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെറിയ പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജൊക്കെ ആയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വലിയ ഇല കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഈ ഒരു ഇല നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഈ വലിയൊരു ബൾബ് ഉണ്ടായി വരാനും വേര് വരാനും പിന്നെ അതിൽ നിന്ന് ബ്രാഞ്ച് വരാനൊക്കെ. കണ്ടോ, നമ്മളിവിടെ ആദ്യം കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇലകൾ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടിയിലുള്ള ഇല എടുത്തത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബ്രാഞ്ചിൻ്റെ നടുഭാഗത്തൊക്കെ ഉള്ള ഇല ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിലാണ് നമുക്കത് പെട്ടെന്ന് വേര് പിടിച്ചു വരുള്ളൂ. കുറച്ച് വലിയ ഇലയാണെങ്കിൽ പെട്ടെന്ന് ബൾബ് ഫ്യൂസായി അതായിട്ട് വരാനായിട്ടും അതിൻ്റെ വേര് പെട്ടെന്ന് വരാനും ഒരുപാട് ബേബി പ്ലാന്റുകൾ വരാനും പെട്ടെന്ന് വരാനൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതേപോലുള്ള ഇലകൾ എടുത്തിട്ട് നമ്മൾ കുത്തി കൊടുക്കണം. അപ്പോൾ ഈ ഇല നടുന്നതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് ഓർപ്പിച്ചോട്ടെ. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേക രീതിയിലാണ് നട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഇലയിലൊന്ന് വെള്ളം അടിഭാഗത്തും മുകൾ ഭാഗത്തും കേട്ടോ 2 സൈഡിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും ഇല ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ നട്ടത് എത്രത്തോളം ബൾബൊക്കെ നന്നായി വന്നിട്ടുണ്ട്, അതിന് എങ്ങനെയാണ് പുതിയതായിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നതെന്നൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കി വരാം. അപ്പോൾ അത് കണ്ടോ 2-3 ഇലയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലയുടെ ഇവിടെ നട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്ത് കൂടിയാണ് കേട്ടോ, കുറച്ച് ഇലയുടെ തൊട്ടടുത്ത് കൂടിയല്ല, കുറച്ച് ഇപ്പുറത്തെ ഭാഗത്ത് കൂടിയാണ് ഇത് മുളച്ച് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് മുള വരാത്ത ഒരു ഇല നമുക്ക് ഇളക്കി നോക്കാം. അതിനെന്തൊക്കെയാണ് അവസ്ഥ, അതിന് മുളയ്ക്കോ അതോ മുളയ്ക്കാതിരിക്കുകയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്, വേര് വന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതിന്ന് മുളകൾ വരുന്നുള്ള കാര്യം ഉറപ്പായില്ലേ നമുക്ക്. അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ കണ്ടോ നമുക്ക് വലിയൊരു ബൾബായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ബൾബൊക്കെ ഇതിന്ന് ചെറിയൊരു ഇലയിൽ നിന്ന് ഉണ്ടായി വരിക എന്ന് പറയുന്നത് അത്ഭുതമായിട്ട് തോന്നില്ലേ. അപ്പോൾ നിങ്ങൾക്കും അതേപോലത്തെ ഒരു ചെടിയൊക്കെ നമ്മളെ ഇലയൊക്കെ മുറിച്ച് നട്ട് ഇതേപോലെ വേരൊക്കെ പിടിച്ച് വലിയൊരു ബൾബൊക്കെ ആയിട്ട് വന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തുടർന്നുള്ള വീഡിയോയിൽ ഓരോ സെക്കൻഡിലും പ്രോ ടിപ്സ് ഉള്ളതുകൊണ്ട് ഫുള്ളായി കണ്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ നടാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഈ ഇല അഴുകി പോവാതെ നമുക്ക് ഇതേപോലെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഒരു ഇലയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ ഈ ഇല നട്ടു അതിൻ്റെ അടിഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ബൾബായിട്ടാണ് ആദ്യം ചെറിയൊരു എന്താ പറയുക ഒരു സംഭവം വരും ഉരുണ്ടിട്ട് പിന്നെ കുറച്ചുകൂടി വലുതായി വരും. അതങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ചിട്ട് വേരുകൾ മാറി മാറി വരും കേട്ടോ. അങ്ങനെ ഈ ഒരു ആദ്യം വന്ന വേര് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇതേപോലെ ബൾബായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അത് ബൾബ് ഇങ്ങനെ വണ്ണം വെച്ച് വരും. എന്നിട്ട് ഇതിന്ന് ചെറിയ കണ്ടോ ആ വേരിൻ്റെ രണ്ടിൻ്റെ ഇടഭാഗത്തുനിന്നാണ് നമുക്ക് പുതിയ മുളകൾ വരുന്നത്. അതിന്ന് അങ്ങനെ ലീഫായി മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്കും പ്ലാന്റുകൾ നമുക്ക് മറ്റേതെങ്ങനെ റീപോർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാം നോക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ട്, വളരെയധികം സന്തോഷം. അപ്പോൾ ആരെങ്കിലും നമ്മളെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വിട്ടുപോയവർ ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒട്ടനവധി പ്രോ ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഗാർഡനിങ് ടിപ്സുകൾ, ഹോം ഐഡിയാസ്, കിച്ചൺ ഐഡിയാസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ സെക്കൻഡും എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പ് തരികയാണ്. അപ്പം റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു കറുപ്പ് ചെറിയൊരു ആരോ മാർക്ക് താഴത്തേക്ക് കാണാം. അതിൽ ടച്ച് ചെയ്ത് ലിങ്ക് ബ്ലൂ കളറിൽ കാണാം. അതിൽ ടച്ച് ചെയ്ത് വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത് നോക്കാം. ഇത് നമ്മൾ 5 മിനിറ്റും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് കാണാത്തവർ കാണുക. എന്നിട്ട് ഇതേപോലെ കരിയില കമ്പോസ്റ്റും മണ്ണും, കരിയില കമ്പോസ്റ്റ് പകുതി മണ്ണ് പകുതി എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ട് നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ബൾബ് എടുക്കുന്ന സമയത്ത് എത്രയാണോ നമുക്ക് ആ ഒരു ബൾബ് കണ്ടോ ഉരുണ്ട് വന്നിട്ടുള്ളത് അതുള്ളതെങ്കിൽ ആ വലുപ്പത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ വേരൊക്കെ പൊട്ടിപ്പോകാതെ നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ലീഫ് നട്ടെടുക്കുന്ന സമയത്ത് ഓരോ പോട്ടിൽ നടുമ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഒരു 6 ഇഞ്ച് പോട്ട് എടുത്തിട്ട് 10-15 ഇലകൾ നിരത്തി കുത്തി കൊടുക്കുക. ചിലപ്പോൾ 1-2 ചിലപ്പോൾ 3 ലീഫ് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഉണങ്ങിപ്പോകാനായിട്ട് വളരെയധികം സാധ്യത കുറവാണ്. എല്ലാ ലീഫും തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഓരോ ബൾബും അതിന്നൊക്കെ ഒട്ടനവധി വേരുകളും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് മെല്ലെ ഈ ഒരു പോട്ട് എടുത്തതിന് ശേഷം ആ പോട്ടിംഗ് മിക്സിൽ നിന്ന് മെല്ലെ ഓരോ ബൾബുകൾ വേർതിരിച്ചെടുത്ത് ഓരോരോ പ്ലാന്റുകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഓരോ പ്ലാന്റിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു കിഴങ്ങിൻ്റെ ആകൃതിയിൽ നമുക്ക് ഒരു സംഭവം ഉണ്ടാവും. അതടക്കം മെല്ലെ അത് പൊട്ടിപ്പോകാതെ ഡാമേജ് ആവാതെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലല്ല കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. നമ്മൾ കൂടുതൽ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇതേപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലയാണ് ഇപ്പം ഈ ഒരു ചെടിയുടെ വളർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇല നമ്മൾ മണ്ണിൻ്റെ അടിയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ തെഴുപ്പുകളൊക്കെ അടിയിൽ നിന്ന് വന്ന് അത് നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ഇല അഴുകി പോയാലും കുഴപ്പമില്ല. അതുവരെ ഈ ഒരു ഇലയെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ഇലയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് മറന്നു പോകാതെ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പം ഇലയിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓവർ വാട്ടറിങ് ആയി പോകരുത്. ആവശ്യത്തിന് മാത്രം നമ്മൾ ഈ ഇല നടുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യം കേട്ടോ. ഇതും നമ്മളൊരു ഇല നട്ട് വളർത്തിയതാണ്, വേര് പിടിച്ചിട്ടുണ്ട്. ഇനി അതിന് ബ്രാഞ്ചുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചാൽ ഇത്ര ഭാഗം നമ്മൾ ആ ഒരു ഞെട്ടും അതിൻ്റെ കുറച്ച് മുകൾ ഭാഗവും മണ്ണിൻ്റെ അടിയിലാവുന്ന രീതിയിൽ കണ്ടോ ഇത്രയൊരു ഭാഗം നമ്മൾ അടിയിലേക്ക് ആക്കിയാൽ മതി. ഒരുപാട് ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ സാധാരണ മേൽമണ്ണ് നമ്മുടെ പറമ്പിലയ്യത്തൊക്കെ ഉള്ള മുകളിലുള്ള മണ്ണ് നമ്മൾ എടുക്കുക. മറ്റ് ചാണകപ്പൊടിയോ അങ്ങനത്തെ വളങ്ങളൊന്നും ചേർക്കരുത്. സാധാ മണ്ണിൽ നമ്മൾ അതേപോലെ നട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നമ്മൾ നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം നനച്ചതിന് ശേഷം പിന്നെ ആ ഒരു പോട്ടത്തെ സോയിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുക. പക്ഷേ നമ്മൾ 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ അതേപോലെ ഇലയൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇലയൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമുക്കൊരു 40 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ വേര് വരുന്നതൊക്കെ അഴുകിപ്പോവും. ആ പെട്ടെന്നൊന്ന് വളർന്നു വരാനായിട്ട് ആ ബൾബൊക്കെ ഒന്ന് പെട്ടെന്ന് വലുതായി വരാനായിട്ട് കുറച്ച് ഒരു 8 ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ ചാണകപ്പൊടി ഒന്ന് എടുത്തിട്ട് നമ്മളതിൻ്റെ കടഭാഗത്തല്ലാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂളി കൊടുത്താൽ ഈ ഒരു ചെടി പെട്ടെന്ന് അത് ആദ്യം നമുക്ക് വേര് അഴിക്കും മണ്ണിൻ്റെ അടിയിലേക്ക് പോവുക. പിന്നെ കുറച്ചധികം ദിവസം കഴിഞ്ഞാലായിരിക്കും ഒന്ന് മുകളിലേക്ക് പുതിയ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ വരിക. അപ്പം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അതിൻ്റെ അടിയിലേക്ക് എത്രത്തോളം വേര് പോയിട്ടുണ്ടെന്നൊന്നും. അപ്പം എന്തായാലും ആദ്യം വേരാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ആ വേരിന് നന്നായിട്ട് വളമൊക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് വലുതാവാനായിട്ട് സഹായിക്കും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ വേരുകളൊക്കെ
ഒക്കെ അഴുകി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടിട്ട് കുറച്ച് വളം തൂളി കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞ് 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു പ്ലാന്റിനെ വലുതാക്കി കൂടി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നടുന്ന സമയത്ത് തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് ശരിക്കും അതിൻ്റെ വേരൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ വളങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു പ്ലാന്റ് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് കൂടുതൽ പ്ലാന്റുകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വരുള്ളൂ എന്ന് ഓർക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ഈ പോട്ടി മിക്സിൽ ഈർപ്പക്കൂടി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് ഓവർ വാട്ടറിങ് ആയിപ്പോയാൽ ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും. കൂടുതൽ ജലാംശം അടങ്ങിയിട്ടുള്ള വേരുകളാണ് ഇതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് അല്ലാതെ ടോപ്പ് സോയിലൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയാൽ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ഒഴിക്കാൻ വിട്ടുപോകരുത്. ഇങ്ങനെ നന്നായിട്ട് ഈർപ്പുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുഞ്ഞ് ആരോമാർക്ക് താഴേക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ പോയിട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും എല്ലതും ഈ ഒരു വീഡിയോക്കും തരാൻ മറന്നു വരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. നല്ലൊരു വീഡിയോ കാണാം.